ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത വേൾഡ് കപ്പ് സൈക്കിളിൽ കൂടുതൽ യുവതാരങ്ങളെ കൊണ്ടുവരും എന്നുള്ള കാര്യം ബ്രസീലിന്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി തന്നെ തുറന്നു പറഞ്ഞ ഒന്നാണ്. മാത്രമല്ല, ബ്രസീലിന്റെ യൂത്ത് ടീമുകളിലെ പരിശീലക സംഘവുമായി കാർലോ ആഞ്ചലോട്ടി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതായത് ഏതൊക്കെ യുവതാരങ്ങളെയാണ് സ്കൗട്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ യുവതാരങ്ങളെയാണ് നിരീക്ഷിക്കേണ്ടത് എന്ന കാര്യത്തിൽ പരിശീലകരുമായി കാർലോ ആഞ്ചലോട്ടി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് റുവാൻ പാബ്ലോ എന്ന താരത്തെ ആഞ്ചലോട്ടിയും അദ്ദേഹത്തിന്റെ പരിശീലക സംഘവും ഇപ്പോൾ നിരീക്ഷിക്കുന്നു എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബ്രസീലിയൻ ക്ലബായ ബാഹിയയുടെ ഫോർവേഡ് ആയിക്കൊണ്ട് അഥവാ റൈറ്റ് വിങ്ങർ ആയിക്കൊണ്ട് കളിക്കുന്ന താരമാണ് റുവാൻ പാബ്ലോ. കേവലം 18 വയസ്സ് മാത്രമാണ് ഇദ്ദേഹത്തിന്റെ പ്രായം. ബ്രസീലിന്റെ അണ്ടർ 17 ടീമിന് വേണ്ടി അദ്ദേഹം ഇതുവരെ കളിച്ചിരുന്നു. അവിടെ മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. 14 മത്സരങ്ങളിൽ നിന്ന് 5 ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. നിലവിൽ ബ്രസീലിന്റെ യൂത്ത് ടീമിൽ അദ്ദേഹം കളിക്കുന്നുണ്ട്. അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ബൊളീവിയക്കെതിരെ ബ്രസീലിന്റെ യൂത്ത് ടീം ഗ്രാൻജ കോമറയിൽ വെച്ചുകൊണ്ട് അഥവാ ബ്രസീലിന്റെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് ഒരു സൗഹൃദ മത്സരം കളിച്ചിരുന്നു. അന്ന് റുവാൻ പാബ്ലോ കളിച്ചിരുന്നു. ആ മത്സരം വീക്ഷിക്കാൻ വേണ്ടി ആഞ്ചലോട്ടിയുടെ കോച്ചിങ് സ്റ്റാഫ് എത്തിയിരുന്നു എന്നുള്ളത് മാത്രമല്ല, ഈ താരത്തെ അവർ നിരീക്ഷിച്ചിട്ടുണ്ട്. അതായത് ബ്രസീലിന്റെ ഒരു ഭാവി വാഗ്ദാനമായിക്കൊണ്ടാണ് റുവാൻ പാബ്ലോയെ ഇപ്പോൾ അവർ പരിഗണിക്കുന്നത്. 2030 വേൾഡ് കപ്പ് സൈക്കിളിൽ ഈ താരത്തെ കാർലോ ആഞ്ചലോട്ടി പരിഗണിക്കുന്നുണ്ട്. ഇദ്ദേഹത്തെ ടീമിലേക്ക് കൊണ്ടുവന്നേക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. 2024 ജനുവരി മാസം മുതലാണ് ബാഹിയയ്ക്ക് വേണ്ടി ഇദ്ദേഹം കളിച്ചു തുടങ്ങിയത്. 21 മത്സരങ്ങളിൽ നിന്ന് 3 ഗോളുകൾ ഈ റൈറ്റ് വിങ്ങർ സ്വന്തമാക്കിയിട്ടുണ്ട്. ഏതായാലും മികവ് തുടർന്നു കഴിഞ്ഞാൽ തീർച്ചയായും കാർലോ ആഞ്ചലോട്ടി റുവാൻ പാബ്ലോ എന്ന താരത്തെ കൊണ്ടുവരും എന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.